ധർമ്മപ്രിയ ഫൈനാൻസിംഗ് കമ്പനി പ്രൈവറ്റ് ലിമിറ്റഡ്. ഒറ്റപ്പാലം നഗരസഭയിലെ ആസൂത്രണ സമിതി വൈസ് ചെയർമാൻ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പി. പ്രതിനിധി സി.പി.എം. പ്രതിനിധിയെ പിന്തുണച്ചു എന്ന ആരോപണം തള്ളി ബി.ജെ.പി. പ്രാദേശിക നേതൃത്വം. ഒറ്റപ്പാലം നഗരസഭയിലെ ആസൂത്രണ സമിതി വൈസ് ചെയർമാൻ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പി. പ്രതിനിധി സി.പി.എം. പ്രതിനിധിയെ പിന്തുണച്ചു എന്ന ആരോപണം തള്ളി ബി.ജെ.പി. പ്രാദേശിക നേതൃത്വം. തെറ്റായ അജണ്ടയ്ക്കൊപ്പം നിന്നിട്ടില്ല എന്നും അങ്ങനെ മറ്റ് പാർട്ടികളെ പിന്തുണയ്ക്കേണ്ട ആവശ്യം ബി.ജെ.പിക്ക് ഇല്ലെന്നും ബി.ജെ.പി. മണ്ഡലം പ്രസിഡന്റ് സുമേഷ് ചീരാത്തോടി പറഞ്ഞു. ബി.ജെ.പി. സി.പി.എമ്മുമായോ കോൺഗ്രസുമായോ യാതൊരുവിധ അലയൻസുമില്ല. അത് കേരളത്തിലെ സംസ്ഥാന ഘടകത്തിന്റെ നിലപാടാണ്. അല്ലാതെ ഇവിടുത്തെ ഒറ്റപ്പാലത്തെ പ്രതിപക്ഷമായിട്ടുള്ള കോൺഗ്രസും ലീഗും പറയുന്നത് പോലെ ഞങ്ങൾ ആരുടെയും ഓശാനത്തിന് നിന്നിട്ടില്ല. ഞങ്ങൾ അത്തരത്തിലൊരു പാർട്ടിയല്ല ഭാരതീയ ജനതാ പാർട്ടി. നഗരസഭാ ചെയർപേഴ്സൺ തെരഞ്ഞെടുപ്പിൽ നിലവിലെ ചെയർപേഴ്സണെ പിന്തുണച്ച വ്യക്തിയാണ് ആരോപണം ഉന്നയിക്കുന്നതെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു. ഈ പ്രതിപക്ഷത്തിന്റെ നേതാവും ലീഗിന്റെ നേതാവുമായിട്ടുള്ള ശ്രീമാൻ പി.എം.എ. ജലീൽ പരസ്യമായി കൗൺസിലിൽ എണീറ്റ് നിന്നുകൊണ്ട് ഞാൻ ചെയർപേഴ്സണായിട്ട് ശ്രീമതി ജയസുധയെ പിന്തുണയ്ക്കുന്നു എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ് ബി.ജെ.പി. സി.പി.എമ്മിനെ പിന്തുണയ്ക്കുന്നു എന്നുള്ള ആരോപണവുമായി രംഗത്ത് വന്നിട്ടുള്ളത്. മതിയായ രേഖകളില്ലാതെയാണ് ആസൂത്രണ സമിതി യോഗം ചേർന്നതെന്നും അതുകൊണ്ട് തന്നെ മറ്റൊരു ദിവസത്തേക്ക് വീണ്ടും യോഗം മാറ്റിവെക്കേണ്ടി വന്നതായും ആസൂത്രണ സമിതി അംഗവും മുൻ കൗൺസിലറുമായ സജിത്ത് പറഞ്ഞു. ആസൂത്രണ സമിതിയുടെ യോഗം ആദ്യ 23-ാം തീയതിയാണെന്ന് വിചാരിക്കുന്നു. ആദ്യ ദിവസം വിളിച്ച സമയത്ത് അവിടെ ചർച്ച നടക്കുമ്പോൾ ആസൂത്രണ സമിതി എന്ത് വെച്ചാണോ ചർച്ച നടത്തേണ്ടത് ആ ചർച്ച നടത്തേണ്ട ഒരു രേഖകളും ഇല്ലാതെയാണ് ആസൂത്രണ സമിതി ഈ ചർച്ചയ്ക്ക് വേണ്ടിയിട്ട് ആസൂത്രണ സമിതി അംഗങ്ങളെയും അതിൽ ഉൾപ്പെടുന്ന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരെയും ഈ പറയുന്ന ഒറ്റപ്പാലത്തെ സി.പി.എം. ഭരണസമിതി വിളിച്ചു വരുത്തിയത്. ആസൂത്രണ സമിതി വൈസ് ചെയർമാനെ തെരഞ്ഞെടുക്കേണ്ടത് കൗൺസിൽ യോഗമാണെന്നും രണ്ടാമതും ചേർന്ന ആസൂത്രണ സമിതി യോഗത്തിൽ രേഖകൾ നഗരസഭ കൊണ്ടുവന്നിരുന്നില്ല എന്നും സജിത്ത് ആരോപിക്കുന്നു. ഈ യോഗത്തിലല്ല ആസൂത്രണ സമിതി ഉപാധ്യക്ഷനെ തിരഞ്ഞെടുക്കേണ്ടത്. അതിൻ്റെ ചർച്ചകൾ ഇവിടെ നടത്തിയെന്നല്ലാതെ ഔദ്യോഗികമായിട്ട് ഇതിൻ്റെ തെരഞ്ഞെടുപ്പ് നടത്തേണ്ട യാതൊരു കാര്യങ്ങളും ഈ പറഞ്ഞ യോഗത്തിൽ തീരുമാനിക്കാൻ പറ്റില്ലെന്നും അവസ്ഥാരേഖ ഇല്ലാത്തതുകൊണ്ട് ഈ യോഗം അടുത്ത 29-ാം തീയതിയിലേക്ക് മാറ്റുന്നു എന്നാണ് പറഞ്ഞത്. അടുത്ത 29-ാം തീയതി യോഗം വിളിക്കുകയും ആ യോഗത്തിലും ഈ അവസ്ഥാരേഖ ഇല്ലാതെ വെറും കൈരേഖ മാത്രം കൊണ്ടാണ് ഒറ്റപ്പാലം നഗരസഭയുടെ സെക്രട്ടറി അതുപോലെ തന്നെ ഈ ആസൂത്രണ സമിതി അധ്യക്ഷയും ഈ പറയുന്ന ആസൂത്രണ സമിതി യോഗം വിളിച്ചു ചേർത്തത്. ബി.ജെ.പി. പ്രതിനിധി ഗംഗാധരൻ സി.പി.എം. പ്രതിനിധിയെ പിന്തുണയ്ക്കുന്നതായി പറഞ്ഞിട്ടില്ല എന്നും നഗരസഭ തെറ്റായ അജണ്ട കൊണ്ടുവന്ന് രാഷ്ട്രീയ വിമർശനം ഉണ്ടാക്കിയെടുത്തതാണെന്നും സജിത്ത് വ്യക്തമാക്കി. ഗംഗാധരേട്ടൻ അതിനെ എഴുന്നേറ്റ് നിന്ന് ഞാൻ ഈ പേരിനെ പിന്താങ്ങുകയോ ചെയ്യുന്നു എന്നവിടെ പറഞ്ഞിട്ടില്ല. ഈ നഗരസഭയുടെ ഭരണസമിതി അതുപോലെ നഗരസഭാ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ തെറ്റായ രീതിയിലൊരു അജണ്ട വെച്ചിട്ട് കൗൺസിലിലേക്ക് ചർച്ച കൊണ്ടുവരികയാണ് ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണ് ഇവിടെ ഒരു രാഷ്ട്രീയ വിമർശനങ്ങൾക്ക് രാഷ്ട്രീയ വിമർശനങ്ങൾ ഉണ്ടാവാൻ കാരണമാക്കുന്ന രീതിയിൽ ഒരു തെറ്റായ ഒരു അജണ്ട അവിടെ ചർച്ചയ്ക്ക് വരികയാണ് ചെയ്തിട്ടുള്ളത്.